അങ്ങനെ മോൺട്രിയൽ വെച്ച് നടക്കുന്ന F1 റേസിന് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, എനിക്കും എൻ്റെ ഒരു കൂട്ടുകാരനും. അപ്പോൾ ഞങ്ങൾ അതിന് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതേ ആദ്യത്തിനെയും കൂട്ടി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ മെട്രോയുടെ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാൻ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. അവർ നമുക്കുള്ള ഡയറക്ഷൻസ് പറഞ്ഞു തരും. കാരണം ഇവിടെ ഫ്രഞ്ച് ആണെന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻസ് പറഞ്ഞു തരും. അത് ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഉണ്ട്. എനിക്ക് ഇവിടെ നിൽക്കുമ്പം കാറിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് വരാൻ, ഒരു 1.25 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി റേസിങ് തുടങ്ങി. അപ്പോൾ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ, അത്രയും സൗണ്ടാണ്. എന്നിട്ട് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയർ പ്ലഗ് കൊണ്ടുവരണം, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. നമുക്ക് കാണാൻ ഇവിടെ നല്ല തിരക്കുണ്ട്. ഇന്ന് പ്രാക്ടീസ് മാച്ചാണ് ഇവിടെ. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ പ്രാക്ടീസ് മാച്ചസ് ആണ്. സൺഡേ ആണ് the final one. How excited are you? 1 to 10. Oh, yes. 100. എനിക്കറിയില്ല നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന്. നല്ല കിട്ടില്ലാനായിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ ജാക്കറ്റ്സ്, ഹാറ്റ്സ് എല്ലാം നമുക്കിവിടെ കിട്ടും. അവർ സൈൻ ചെയ്തിരിക്കുന്നതുണ്ട്, സൈൻ ചെയ്യാത്ത നോർമൽ വൺസ് ഉണ്ട്. എനിക്കറിയില്ല നിങ്ങളിത് കേൾക്കുന്നുണ്ടെന്ന്. അപ്പുറത്തെ കാറുകളെ കുതിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ആക്ടിവിറ്റീസ്. അവർക്ക് കിട്ടുന്ന ഒരു G-ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ കാറുകൾ ഒരുപാട് കാണാം, F1 കാറുകൾ. നമ്മളോട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇവർ എത്ര കഷ്ടപ്പെട്ടാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ 23 തവണയാണ് എനിക്കത് 20 സെക്കൻഡിൽ തിരിക്കാൻ പറ്റിയത്. അത്രമാത്രം പാടാണ് അത് തിരിക്കാൻ. അപ്പോൾ ഇപ്പോഴത്തെ ആദ്യത്തെ അത് തിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ അവസാനം ഞങ്ങളുടെ സീറ്റുകളിലേക്ക്
ഇവിടെയാണ് നമ്മുടെ സീറ്റ്. ഇവിടെ നമുക്ക് ഒരു ബെൻഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. ശരിക്കുള്ള വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. On va voir les pilotes au volant de pneus médium, des pneus avant. Et c'est parti pour la deuxième séance spéciale. Here we go with the second practice of this session. So say you wanted to translate what you just said in So pre-practice 2 is basically a bit different. For those of you that were with us on pre-practice, we're preparing for the race. So we're preparing for the long run. And knowing how we can come up. George Russell, 4e plus rapide. Seulement 2 dixièmes de Russell. I saw a couple of tires out there. La plus rapide dans le premier secteur. Chloé Chambers maintenant la plus rapide. On est à Valentin, parce qu'elle est sortie des limites. Donc il va lui rester le temps pour possible. Tarnowski à la fin à les deux meilleurs secteurs plutôt, les meilleurs temps des secteurs du Canada. Ça s'annonce bien pour elle, on va voir ce que ça donne. Tarnowski prend la tête pour un bref instant, est-ce que Chambers réussira? Ça a été payant, c'était bien dans le milieu, un autre excellent dans le deuxième secteur, c'est Dorian Marsh, le meilleur temps. Qu'est-ce que ça va donner à voir? Dorian Marsh, dans le premier secteur, ça se passe, il manque 2 dixièmes. On lui dit, garde la tête baissée et fonce. Et on aura le résultat dans quelques instants.
പാർക്കിംഗ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് മെട്രോയിൽ വന്നതാണ്. പക്ഷെ തിരിച്ചു പോരാൻ നേരത്തുള്ള തിരക്കാണിത്. ഒരു 2 മണിക്കൂറത്തേക്ക് ലൈൻ നിൽക്കാനുള്ള സാധനമുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് ലൈൻ നിൽക്കൽ ഞങ്ങളെന്ത് പ്ലാൻ ചെയ്തു എന്ന് വിചാരിച്ചാൽ നടക്കാമെന്ന് വിചാരിച്ചു. അണ്ടർ വാട്ടർ വാക്ക് വിത്ത് ആദിത്യ. പുള്ളിയുടെ പ്ലാനാണ്, നമുക്ക് എന്താവുമെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ നടക്കുന്ന പ്ലാന് മുഞ്ചി. ഇനി എന്ത് ചെയ്യും? അങ്ങനെ ആ പ്ലാൻ മുഞ്ചപ്പോൾ നമുക്ക് വേറൊരു പ്ലാൻ കിട്ടിയതാണ് ഫെറി. അങ്ങനെ ഞങ്ങളിതേ ഫെറിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ആ കാണുന്നതാണ് നമ്മുടെ ഫെറി. അവിടെ ഇത്തിരി തിരക്കൊക്കെ ഉണ്ട്, പക്ഷേ മെട്രോയുടെ അത്ര തിരക്കില്ല. പക്ഷെ നമുക്കിങ്ങനെ റിവർ ക്രോസ് ഒക്കെ ചെയ്ത് നമുക്കിങ്ങനെ പോകാൻ പറ്റും. അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഈ ഫെറിക്കുള്ള ടിക്കറ്റ് എടുത്ത് എന്നിട്ട് ഇതിപ്പോൾ ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. 1 മണിക്കൂറാണ് പറഞ്ഞത്, പക്ഷേ സ്പേസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കൂടുതൽ ആൾക്കാരെ അവർ ഇൻക്ലൂഡ് ചെയ്യുമായിരിക്കും. ഈ പോകുന്ന ഫെറി ഈ പ്ലേസിൽ നിന്ന് ലോങ്കയിലേക്ക് പോകുന്ന ഒരു ഫെറിയാണ്. നമുക്ക് പോകേണ്ടത് ഓപ്പോസിറ്റ് മോൺട്രിയലിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ നമുക്കിപ്പോൾ 850ക്കുള്ള ടിക്കറ്റായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് 8:30ക്ക് പോകേണ്ടവർ കഴിഞ്ഞിട്ട് അടുത്ത ഷെഡ്യൂളിലുള്ള ഷിപ്പ് വരുമ്പോഴായിരിക്കും നമ്മൾ അതിൽ കയറി പോകാൻ പോകുന്നത്. അപ്പോൾ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഒരു 8:50 വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഫെറി വന്നു, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനും പറ്റി. അങ്ങനെ നമുക്ക് പോകേണ്ട വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുക. യെസ്, നൗ ഞങ്ങളതേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. നമുക്ക് മുകളിലേക്ക് പോകാം. ഇനിയിപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാതെയാണെങ്കിൽ ഞങ്ങൾ മോൺട്രിയൽ ഓൾഡ് പോർട്ടിൽ വന്നിറങ്ങി. ഈ കാണുന്നതെല്ലാം ഈ ഓൾഡ് പോർട്ടിലുള്ള ഫുഡ് കോർട്ടുകളാണ്.
മോൺട്രിയലിലത്തെ നമ്പർ 1 പുട്ടിൻ എന്നാണ് കടയിൽ പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. How's it, bro? अच्छा है ना? अच्छा है, बढ़िया है, ट्राई करो. വെറുതെ ആയില്ല, പേര് പോലെ തന്നെ കിടിലൻ, അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഓക്കെ, നമുക്ക് ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് നോക്കാം, കണ്ടുനോക്കാം. These are amazing. See? മോൺട്രിയലിലെ ഒരു വീക്കെൻഡാണിത്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. അതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാരെല്ലാം വെളിയിലത് മോൺട്രിയലിൽ വെച്ചിറക്കുന്ന F1 റേസിന് വേണ്ടി അവർ ഒപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് ഈ ഒരു ഓൾഡ് ഫോർട്ട്, അതുപോലെ തന്നെ മോൺട്രിയലിൻ്റെ ഡൗൺ ടൗൺ, ഇത് മൊത്തം ഇതുപോലെ ജനസാഗരമായിരിക്കും. ഫ്രൈഡേ, സാറ്റർഡേ, പിന്നെ സൺഡേയിൽ അത്ര ഉണ്ടാവില്ല. സൺഡേ തിങ്കളാഴ്ച ഇവർക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് സൺഡേ അത്ര ആ ഒരു തിരക്കുണ്ടാവില്ല. അതാണ് കാനഡയുടെ ഒരു കൾച്ചർ തന്നെ. ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ് ഇവർ അടിച്ച് പൊളിക്കും. അത് കഴിഞ്ഞ് സാറ്റർഡേ ഇവർ റെസ്റ്റാണ്. പിന്നെ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ഇവർ ജോലിക്കാരാണ്. അപ്പോൾ വേറൊരു പരിപാടിയില്ല. When they come back, you can go for the passport. Give me one day, I'll find it out. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ചൈന. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ചൈന? വാട്ട്സ് ദ പ്ലേസ് നെയിം? യാ, ദിസ് ഇസ് ദ ചൈന ടൗൺ ഇൻ മോൺട്രിയൽ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഞാനിത് പകൽ പോയിട്ടുണ്ട്, പക്ഷേ അടിപൊളിയാണ്. പകലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കടകളും എല്ലാം ചൈനീസ് പീപ്പിൾസ് മാത്രമായിരിക്കും അവിടെ. മാത്രം നമുക്ക് ഒരുപാട് പേരെ കാണാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ടൂറിസ്റ്റുകളെ മാത്രമായിരിക്കും. അടിപൊളിയൊരു സ്ഥലമാണ്. അങ്ങനെ ഇന്നത്തെ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളന്ന് മെട്രോ കയറാൻ വേണ്ടി വന്നിരിക്കുക. മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. So at last we reached our home. ഒരുപാട് കറങ്ങി നടന്നതിൻ്റെ ക്ഷീണം ഇപ്പോൾ ഉണ്ട്. ഇനി എനിക്ക് ആകെ ചെയ്യേണ്ടത് പോകുക, ഡ്രസ്സൊക്കെ മാറുക, പോയി ഒരൊറ്റ ഉറക്കം, തീർന്നു. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം സമാപിക്കുന്നു. അടിപൊളിയായിരുന്നു.